മഖ്ദൂമിയ ദഅവ കോളേജ് ദക്ഷിണ കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക വൈജ്ഞാനിക സ്ഥിരാകേന്ദ്രമായ കൊല്ലം തഴുത്തല ഖാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സിന് കീഴിൽ ചിറയൻകീഴ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. SSLC പരീക്ഷയിൽ ഉയർന്ന ഗ്രേഡും മദ്രസ 7ാം തരവും പാസ്സായ സമർത്ഥരായ ആൺകുട്ടികൾക്ക് യോഗ്യതാടിസ്ഥാനത്തിൽ 7 വർഷത്തെ സൗജന്യ വിദ്യാഭ്യാസത്തിന് പ്രവേശനം നൽകുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മതവിഷയത്തിൽ മുഖ്തസർ ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ PGDCA, അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷാ പഠനം, ലീഡർഷിപ്പ് ട്രെയിനിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നിവയിൽ കഴിവുറ്റ അധ്യാപകരുടെ ശിക്ഷണം നൽകുന്നു. ഇപ്പോൾ 6ാം അധ്യയന വർഷത്തിൽ മഖ്ദൂമിയ പ്രവേശിക്കുമ്പോൾ 6 ബാച്ചുകളിലായി 150ഓളം വിദ്യാർത്ഥികൾ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിമാസം 2 ലക്ഷത്തോളം രൂപ ചിലവുള്ള സ്ഥാപനം 1 രൂപ പോലും സ്ഥിര വരുമാനമില്ലാതെ അഭ്യുദയകാംക്ഷികളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നു. മതിയായ ഭൗതിക സൗകര്യത്തിന്റെ പരിമിതിയിൽ താൽക്കാലിക ഷെഡുകളും ബിൽഡിംഗ് സംവിധാനങ്ങളും മാത്രമേ മഖ്ദൂമിയയ്ക്ക് നിലവിലുള്ളൂ. കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസൃതമായി ഇസ്ലാമിക പ്രബോധന വീതിയിൽ കരുത്തുറ്റ ആദർശധീരരായ ഒരു പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. നാളിതുവരെ സഹകരിച്ചവർ, തുടർന്നും സഹകരിക്കുന്നവർ സർവർക്കും സർവാധിനാഥൻ സർവഗുണങ്ങളും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ. വന്നിട്ടില്ല, ആരും അവിടെ വന്നിട്ടില്ല. കാരണം നബി തങ്ങൾക്ക് 39 വയസ്സായപ്പോ ഞാൻ അവിടുന്ന് വിട്ടതാണ്. അപ്പോഴെന്നോട് അദ്ദേഹം പറയുകയാണ്, മോനെ നീ മക്കയിലേക്ക് ചെന്നാൽ അവിടെ ആ പ്രവാചകൻ വന്നാൽ ആ പ്രവാചകനോട് പറയണം, ഞാൻ എന്റെ സുവിശേഷ വാർത്ത അറിയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പറഞ്ഞിട്ട് നീ ആ പ്രവാചകനോട് കൂടണം കേട്ടോ. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടമെല്ലാം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ തെരുവിൽ മുഴുവനും വർത്തമാനമാണ്. ഖദ് ഖറജൻ നബിയുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഷ്ഹദു ബില്ലാഹി വിൽ മആലി. ഈ വരികൾ ഏതാണെന്നറിയുമോ? ഹിമ്യറിൽപ്പെട്ട അസ്കലാൻ എന്ന് പറയുന്ന ഈ വന്യവയോധികൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങൾ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ആ പ്രവാചകൻ അവിടെ ഉണ്ടെന്നറിഞ്ഞാൽ എന്റെ ഈ സമ്മാനം ആ പ്രവാചകന് കൊടുക്കണം. അപ്പോഴാ വന്യവയോധികൻ പറഞ്ഞ വരിയെല്ലാം ഞാൻ മനഃപ്പാടമാക്കി വെച്ചു, ഞാൻ ഹൃദിസ്ഥമാക്കി വെച്ചു, ഞാൻ ആരോടും പറഞ്ഞില്ല. അങ്ങനെ മക്കയിൽ ചെന്നു. ആളുകളുടെ ഇടയിലൊക്കെ വർത്തമാനമുണ്ട്. ആദ്യം കാണുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയാണ്. കണ്ടപ്പോ പറഞ്ഞു, അല്ലയോ അബൂബക്കർ സിദ്ദീഖ്, ഇങ്ങനെ ഒരു വാർത്തയുണ്ടല്ലോ, എന്താണ് സംഭവം? എന്നോടിങ്ങനെ യമനിലുള്ള ഹിമ്യർ കുടുംബത്തിൽപ്പെട്ട അസ്കലാൻ എന്ന് പറയുന്നയാൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇവിടുത്തെ വാർത്ത? അപ്പോൾ പറഞ്ഞു, അതേ, നമ്മുടെ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി പ്രവാചകത്വ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. എന്നാ നമ്മളൊന്ന് പോയി കാണുകയല്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മുറ്റത്തെത്തിയതേ ഉള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, മർഹബൻ ബി അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാനെ ഇങ്ങ് വന്നേ, എനിക്ക് തന്നു വിട്ടത് ഇങ്ങ് കൊണ്ടുവന്നേ, എനിക്ക് തന്നുവിട്ട സാധനം ഇങ്ങ് കൊണ്ടുവന്നേ. അപ്പോഴേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ മനസ്സങ്ങ് മാറി. എന്റെ അടുക്കൽ എന്തോ തന്നുവിട്ടു എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്താണ് എന്റെ കയ്യിൽ തന്നുവിട്ടതെന്ന് പറയുന്നത്? ഒരു സാധനവുമല്ല,
ഏതോ ചില വരികൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് യമനിൽ നിന്ന് കിട്ടിയില്ലേ, അതൊന്ന് ചൊല്ലിയേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി പറഞ്ഞിട്ടില്ല, മറ്റൊരാളോടും ഈ വാർത്ത കൈമാറിയിട്ടില്ല. ചെല്ലുമ്പോഴേക്ക് വായിച്ചങ്ങ് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അവിടെ ഇരുന്നങ്ങ് വിശദീകരിക്കാൻ തുടങ്ങി. അശ്ഹദു ബില്ലാഹി ലിൽ മാലി വഫാലിഖിൽ ലൈലി വസ്സബാഹി ഇന്നക ഫിസ്സിരി മിൻ ഖുറൈശി യബ്നൽ മുഫദ്ദാ മിനൽ റിബാഹി أرسلت تدعو إلى يقين يرشد للحق والفلاح أشهد بالله رب موسى أنك أرسلت بالبطاح. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിൽപ്പെട്ട ഞാൻ മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചയാളാണ്. അതുകൊണ്ടോ മുഹമ്മദ് നബിയേ, നിങ്ങൾ ബത്ഹായിൽ നിയോഗിക്കപ്പെട്ട നബിയാണ്. എന്നിട്ട് മൂസാ നബിയുടെ ശരീഅത്ത് പറഞ്ഞ വയോധികനായ ജൂത പണ്ഡിതൻ നബി തങ്ങൾക്ക് കൊടുത്തുവിടുന്ന സന്ദേശം കേട്ടോ. ഫകുൻ ശഫീഇ ഇലാ മലീകിൻ യദ്ഉൽ ബറായാ ഇലൻ നജാഹി. ഓ നബിയേ, എന്റെ ശുപാർശകരായി മാറണം. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലാഹ യാ സയ്യിദി ഖൈറൻ നബി. മൂസാ നബിയുടെ ഉമ്മത്ത് നബിതങ്ങളോട് ശഫാഅത്ത് തേടുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അതറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നു. അതുകൊണ്ട് നമുക്കുമുള്ള അവലംബം എവിടെയാണ്? മദീനെ ചല മദീനെ ചല ഫിർ കറം ഹോ ഗയാ മദീനെ ചല. ഞാൻ മദീനയിലേക്ക് പോയ ആളാണ്, ഞാൻ മദീനയിലേക്ക് പോയ ആളാണ്. ബിർ കറം ഹോ ഗയാ, അവിടെയാണ് എന്റെ ആദരവ്, മാന്യത, സന്തോഷം, സുവിശേഷം എനിക്ക് പുലർന്നത്. മേരെ ഗംദേ ഖദം ഓർ ഉൻകാ ഹറം ലാജ് രഖ്നാ ഖുദാ മേ മദീനെ ചലാ. എന്റെ മലീമസമായ കാല്, പക്ഷേ ആദരണീയമായ ഹറമ്, പക്ഷേ അവിടുന്ന് വിട്ടുവീഴ്ചയുടെ വിഹായുസ്. അതുകൊണ്ട് ഞാൻ മദീനയിലേക്കാണ്. വൗഹദ് കീ ജമീൻ ജിസ്കെ അന്തർ മക്കീൻ മേരെ ഹംസാ പിയാ മേ മദീനെ ചലാ. അവിടുത്തെ ഭൂമിയിലാണ് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ കൗനൈൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മൂത്താപ്പ ഷഹാദത്ത് വരിച്ചു ഉമ്മ വെച്ചു കിടക്കുന്നത്. ആ മദീനയാണ് എന്റെ അവലംബം. ഏ ഷജർ ഏ ഹജർ തും ബി ശംസോ ഖമർ ദേഖോ ദേഖോ സറാ മേ മദീനെ ചലാ. ഓ സസ്യങ്ങളെ, ഓ മരങ്ങളെ, ഓ സൂര്യന്മാരെ, ചന്ദ്രന്മാരെ, നക്ഷത്രങ്ങളെ, ഞാൻ പറയട്ടെ, അവിടെയെല്ലാം ആദരവുള്ള ബഹുമാനമുള്ള നേതാവാണ് എന്റെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഞാൻ മദീനയിലേക്കാണ്. കാരണം മദീനയ്ക്ക് ഹിത്തെ ഖുദാ തുജോ കൊരക്കെ ഗരീബോ ഫഖീറോങ്കെ തഹരാനെ വാലേ. മദീന പാവപ്പെട്ടവരുടെ ഭൂമിയാണ്, ആലംബഹീനരുടെ അവലംബമാണ്.
അനാഥകൾക്ക് സനാഥത്വം നൽകുന്ന ഭൂമിയാണ്, അശരണർക്ക് ശരണമാണ്, വേദനക്കാർക്ക് പരിഹാരമാണ്. അങ്ങനെ ലോകത്തിന്റെ പറുദീസയായ മദീനയിലെ രാജാവ്, മക്കയിലെ ഒളിവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബൂവത്തിന്റെ പ്രഖ്യാപനം ലോകത്തുള്ള ജനങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചു നടത്തുമ്പോ നബി തങ്ങൾ പറയുകയാണ്, ഇന്നീല അരിഫു ഹജറാ, എനിക്കൊരു കല്ലിനെ അറിയാം. അവിടെ ഇമാം ഖാദി ഇയാദ് തങ്ങൾ അശ്ശിഫയിൽ വിശദീകരിക്കുന്നു. അതിന്റെ വിശദീകരണമാണ്, മാ മറർതു ബിഹജരിൻ വലാ ശജരിൻ ഇല്ലാ വസല്ലമ അലയ്യാ. ഒരൊറ്റ മരവും കല്ലും അക്കാലത്തെന്നോട് സലാം പറഞ്ഞ് നബിയാണെന്ന് പറയാതിരുന്നിട്ടില്ല. എന്തിനേറെ ഖാദി ഇയാദ് തങ്ങൾ ശിഫയിൽ പറഞ്ഞില്ലേ, ഒരു രാത്രി നബിതങ്ങൾ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് വരുമ്പോ നബിതങ്ങൾക്ക് ഉറക്കം തൂങ്ങിയിട്ടുണ്ട്, കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടുത്തെ പൂമുഖവും അവിടുത്തെ ശരീരവും അവിടുത്തെ മൃഗവും ഒരു മരത്തിലേക്ക് ഇടിക്കാനങ്ങടുത്തപ്പോ മരമങ്ങ് പിളർന്നു കൊടുത്തു. നബിതങ്ങൾ അതിന്റെ നടുവിലൂടെ അപ്പുറത്തേക്ക് കടന്നു. ഇതെഴുതിയിട്ട് ഖാദി ഇയാദ് തങ്ങൾ ശിഫയിൽ എഴുതുന്നു, ആ മരം എനിക്കറിയാം, ആ മരം ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിളർന്ന് വഴിമാറിക്കൊടുത്ത മരം. ശംസി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി, പാദങ്ങളില്ലാതെ തണ്ടങ്കാലുകൊണ്ട് നബിതങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നല്ലോ. फबादा चले के बागे भले वो भूल को लेके दिन हो भले लिवा के तले सनामें को ले रजा की जबान तुम्हारे लिए. ഓ നബിയേ, പ്രഭാതത്തിന്റെ പൊട്ടിവിടർച്ചയും പൂന്തോപ്പുകളുടെ പസരിപ്പും അതുപോലെ തന്നെയോ ദിനങ്ങളുടെ ചാതുര്യവും അതുപോലെ തന്നെ പതാകകളുടെ സാന്നിധ്യവും, എന്തിനേറെ റസാക്കി സബാൻ, ഈ പാവപ്പെട്ട അഹ്മദ് രൂപ എന്ന എന്റെ ഈ നാവും തുമാരേലിയേ, തങ്ങൾക്ക് വേണ്ടിയാണ് യാ റസൂലല്ലാഹ്. മക്കത്തെ ശരീരികൾ മുഴങ്ങുകയാണ്. അതുമാത്രം ഒരധ്യായം യൂസുഫ് സാലിഹി കൊണ്ടുവന്നിട്ടുണ്ട്. മക്കത്ത് മുഴുവനും അശരീരിയുടെ തുടക്കമാണ്. ബിംബങ്ങൾ പറയുന്നു, ഹാദാ അവാനു മബ്അസിൻ നബിയിൽ മൗഊദ്, ഹാദാ അവാനു മഖ്റജിൻ നബിയിൽ മബ്ഊദ് തുടങ്ങിയിട്ട് പ്രഖ്യാപനം നടക്കുമ്പോ ഒരുപാട് ആളുകൾക്ക് ദർശനം ലഭിച്ച കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ആദരിച്ചു പറഞ്ഞ സ്വഹാബിയാണ് സയ്യിദുനാ ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു. ആരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വല്ലാതെ മുന്നറിയിപ്പ് ലഭിച്ച മഹാനാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാശിം ബിൻ വഫർ ഖബറുൽ ബിശർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മസ്ഊദ് ബിൻ സഖഫ് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയെ തൊട്ട് നിവേദനം ചെയ്യുന്നു, ഖറജ്തു ഫീ തിജാറത്തിൽ നജ്റാൻ, ഞാൻ നജ്റാനിലേക്ക് ഒരു കച്ചവടത്തിന് വേണ്ടി പോയി. അന്ന് നബിതങ്ങൾ വന്നിട്ടില്ല. ഫജലസ്തു തഹത സർഹത്തിൻ, ഞാൻ വലിയൊരു മരത്തിന്റെ അടിയിൽ ഇരുന്നു. മുൻതബിദം മിൻ അസ്ഹാബി, ഞാൻ അവിടെ നിന്ന് എന്റെ കൂടെയുള്ള സഹസഞ്ചാരികളോടൊക്കെ വിട്ട് ഞാൻ വലിയൊരു മരത്തിന്റെ അടിയിൽ വന്നിരുന്നു.
ഫൈദാ ജാരിയതാനി തസൂഖാനി ബുഹുമന്നില സർഹ. അപ്പോഴെന്റെ രണ്ട് അടിമ പെണ്ണുങ്ങള് മേയ്ക്കാനുള്ള മൃഗങ്ങളെയും കൊണ്ട് ആ മരത്തിന്റെ ചുവട്ടിലേക്ക് വരുന്നു. ഫജലസതാ, അവർ രണ്ടുപേരും അവിടെ ഇരുന്നു. വാന മുബത്തജിഉൻ, ഞാൻ അവിടെ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഫഖാലത്തി ഇഹ്ദാഹുമാ ലിൽ-ഉഖ്റാ, അപ്പോൾ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, മൻ ഹാദാ, ഈ കിടക്കുന്ന ആളാരാണ്? ഖാലത്തിൽ-ഉഖ്റാ, അപ്പൊ മറ്റേയാള് പറഞ്ഞു, ഹാദാ ഉർവത്ത് ഇബ്നു മസ്ഊദ് സയ്യിദുൻ ഗൈറു മസ്ഊദ് ജൗദുൻ വഅസ്റുൻ മൻജൂദ്. ഇയാള് വലിയ നേതാവാണ്, വലിയ കച്ചവടത്തിന്റെ നേതാവാണ്. ആ സഞ്ചരിച്ചു അപ്പുറത്തെ ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന വലിയ യാത്രാസംഘത്തിന്റെ നേതാവാണ്. അപ്പം ആദ്യത്തെ പെണ്ണിന്റെ ചോദ്യം, സദഖതി ഫമിൻ ഐന ഹുവ, എവിടുന്ന അയാൾ വരുന്നത്? ഇല ഐന, എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങനെ അവര് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊരാള് മറ്റൊരാളോട് പറയുകയാണ്, യഈശു സഈമാ വയത്ബഉ നബിയൻ കരീമാ വയതഅതി അംറൻ ജസീമാ. ഇദ്ദേഹം വലിയ നേതാവാണ്, നേതാവായി തന്നെ ജീവിക്കും. എന്നിട്ടോ അവിടുന്ന് കരീമായ നബിയെ അനുധാവനം ചെയ്യും. എന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. കാലത്ത് അപ്പം മറ്റേ പെണ്ണിന്റെ ചോദ്യം, നീ എന്താ പറയുന്നത്? ഏത് നബിയാണ്? ഏത് നബിയെ കുറിച്ചാണ് നിന്റെ വർത്തമാനം? അപ്പോഴാണ് അടുത്ത പെണ്ണിന്റെ വർത്തമാനം, ദാഇൻ മുജാബ് ലഹു അംറുൻ ഉജാബ് യഅതീഹി മിനസ് സമാഇ കിതാബ് യബ്ഹറുൽ അൽബാബ് വയുഖ്ഹിറുൽ അർബാബ്. അവിടുന്ന് രാജാക്കന്മാരെ മുഴുവനും കീഴൊതുക്കുന്ന, ഹൃദയങ്ങളെ മുഴുവനും അടിമപ്പെടുത്തുന്ന, കിതാബ് അവതരിക്കുന്ന ഒരു പ്രവാചകൻ വരാനുണ്ട്. ആ നബിയുടെ സമയമായിരിക്കുന്നു. ഈ കിടക്കുന്ന ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖഫി ആ പ്രവാചകനെ അനുധാവനം ചെയ്യുമെന്ന വേദമുണ്ട്. ഇന്നാലിന്ന ദിവസം ഇന്ന മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന യാത്രികൻ, അയാൾ ആ പ്രവാചകന്റെ അനുഗാമിയാകുമെന്ന് വേദം പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട് പറയുകയാണ്. പിന്നെ ഈ രണ്ട് പെണ്ണുങ്ങളും മിണ്ടാതിരുന്നു. ഞാനൊന്ന് തൂങ്ങിയുറങ്ങി. പിന്നെ ഞാൻ ഉണർന്നു. ഉർവത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നെ ഞാൻ നോക്കിയപ്പോ ഇവരെ ആരെയും കാണുന്നില്ല. അങ്ങനെ ഞാൻ നബിയെക്കുറിച്ചൊരു വർത്തമാനവും അറിയാതെ ഞാനിങ്ങനെ സഞ്ചരിച്ചു വരുമ്പോഴാണ് എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അതുവരെ എനിക്കൊരു വിവരവുമില്ല, ഞാൻ ആ നബിയുടെ അനുയായിയാകുമെന്ന് പോലും എനിക്കറിവില്ല. അങ്ങനെ ഞാൻ എന്റെ കൂട്ടുകാരനോട് വിഷയം സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു, യാ അബാ യഅ്ഫൂർ ഹാദാ ഹീന ഖുറൂജ് നബിയ്യിൻ മിൻ അഹ്ലി ഹറമിക്കും യഹ്ദീ ഇലൽ ഹഖ്. ഓ ഉർവത്ത് ഇബ്നു മസ്ഊദ്, ഹറമിൽ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ പ്രവാചകന്റെ വൃത്താന്തം അറിവായിരിക്കുന്നു. അതുകൊണ്ട് ആ നബിയുടെ രംഗപ്രവേശന സമയമായി പോയി. ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖഫി എന്ന പ്രവാചകൻ, എന്ന പ്രചാരകൻ, പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായിട്ട് സ്വഹാബാക്കളോട് പങ്കുവെക്കുകയാണ്, ഞാൻ എന്റെ നബിയെ അറിഞ്ഞത് നാടോടികളായ രണ്ട് പെണ്ണുങ്ങള് മാടിനെ മേയ്ക്കാൻ വന്നപ്പോ അവരുടെ വർത്തമാനത്തിൽ നിന്നാണ്. അങ്ങനെ ലോകത്ത് മുഴുവനും ഇനി കാണാം മൃഗങ്ങൾ വിളിച്ചു പറയുന്ന ഇടയന്മാരോട്, ഇപ്പോഴീ മലഞ്ചെരുവിൽ മേച്ച് നടക്കുകയാണോ ഇടയന്മാരെ, നിങ്ങൾ പൊയ്ക്കോളൂ ആ പ്രവാചകന്റെ മുമ്പിലേക്ക്. അപ്പോഴാണ് ഇടയന്മാര് പറയുന്നു, ഈ ആടുമാടുകൾ സംസാരിക്കുകയോ, ഇതെന്തു കാലമായി പോയി എന്ന അത്ഭുതത്തോടെ മദീനയിലേക്ക് വന്ന 17 പേരെ ഇമാമുകൾ അടയാളപ്പെടുത്തുന്നു.
അവർ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം ആടുമാടുകളുടെ വർത്തമാനമാണ്. ഇപ്പോഴും ഇവിടെ കറങ്ങി നടക്കുകയാണോ? നബിതങ്ങൾ വന്നില്ലേ എന്ന് വിളിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ ആടുകൾക്കറിയാം, മാടുകൾക്കറിയാം. ലോകത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഇനി നബിതങ്ങളെ പാകപ്പെടുത്തുകയാണ്. 35-ാമത്തെ വയസ്സ് തന്നെ ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ചില്ലേ? അവിടുത്തെ നബുവത്തിന്റെ തുടക്കം എന്തായിരുന്നു? അർറുഇയ സ്വാലിഹാ. അവിടുന്ന് 40-ാമത്തെ വയസ്സിൽ വഹയിന്റെ ഔദ്യോഗിക ആഗമനത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളെല്ലാം പുലരുന്നു കഫലഖി സുബ്ഹി, പ്രഭാതം പൊട്ടിവിടരും പോലെ വാസ്തവമായി തെളിയുന്ന സ്വപ്നങ്ങളുമായി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആത്മീയ ലോകത്ത് ജന്മമെടുത്ത തിരുനബി, ലോകത്ത് മുഴുവനും കാത്തിരുന്ന തിരുനബി, മക്ക മുഴുവനും കേന്ദ്രീകരിച്ച് തൊട്ടിലൊരുക്കിയ തിരുനബി, ബനൂ സഅദിന്റെ താഴ്വരയിലൂടെ അത്യത്ഭുതത്തോടെ നടന്നുപോയ ശിശു, മക്കയിലെ കഅബാലയത്തിന്റെ ചാരത്തുനിന്ന് കളിച്ച ബാലൻ, അവിടുന്ന് കൗമാരത്തിലെ അത്ഭുതത്തോടെ മഴ പെയ്യിപ്പിക്കാൻ മുഖം കാണിക്കപ്പെട്ട നേതാവ്, യൗവനത്തിൽ നീതിനിഷ്ഠയോടുകൂടി ജീവിച്ച മഹാനരർ, അവസാനമതാ 35-ാമത്തെ വയസ്സു മുതൽ നബൂവത്തിന്റെ വഹയാഗമനത്തിന്റെ സ്വപ്ന ദർശനങ്ങളുമായി മക്കയിൽ ജീവിക്കുന്നു. അവസാനം 40-ാമത്തെ വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബ്ദുൽ മുത്തലിബ് എന്നവർ പോയിരുന്ന് ധ്യാനം നടത്തിയിരുന്നു എന്ന് ചില ഗ്രന്ഥങ്ങൾ പറഞ്ഞ ഹിറാ ഗുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻഗാമിയായി അവിടെ പോയിരുന്നു എന്ന് ചരിത്രത്തിൽ ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള സൗർ ഗുഹയിൽ 25ഓളം അമ്പിയാക്കന്മാർ അഭയം തേടിയിട്ടുണ്ട്. അങ്ങനെ നബി തങ്ങൾ പോയിടത്തെല്ലാം അല്ലാഹു തആല നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. അങ്ങനെയാണ് 40-ാമത്തെ വയസ്സിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകാശഗിരിയുടെ ഉച്ചസ്ഥായിയിലുള്ള അവിടുന്ന് ഹിറാ എന്ന് പറയുന്ന ഹിറാ ഗുഹയുടെ ഉള്ളിൽ അള്ളാഹുവിനെ ആരാധിച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് മദീനയിൽ ഒരാൾ അള്ളാഹുവിന്റെ ഹബീബിനെ അറിയുന്ന ഒരാൾ. ആരാണെന്നറിയുമോ? മദീനത്ത് വന്നു നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരാൾ. അയാളെ വിളിച്ച് ദുആ ചെയ്താൽ അല്ലാഹു തആല മഴ പെയ്യിച്ചു കൊടുക്കുന്നു. അയാളെ വിളിച്ചിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നു. മഹാന്മാര് നിവേദനം ചെയ്യുന്നു, ഒരാളെ മദീനയിൽ വന്ന് താമസമാക്കി. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങൾ പറയുകയാണ്, ഇബ്നുൽ ഹൈബാൻ എന്ന് പറയുന്ന ആളാണ്. അയാൾ മദീനയിൽ വന്നു, അവിടെ താമസിക്കുന്നു. എന്നിട്ട് നിവേദകന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, വല്ലാഹി മാ റഅയ്നാ റജുലൻ ഖത്തു ലാ യുസല്ലിൽ ഖംസ ഖൈറൻ മിൻഹു. അയാളെക്കാളും നല്ലതുപോലെ 5 നേരത്തെ നിസ്കാരം ഇസ്ലാമിന് മുമ്പ് നിസ്കരിക്കുന്ന ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഖദിമ അലൈനാ ഖബ്ല മബ്അസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസിനീൻ. നബി തങ്ങൾ വരുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ എത്തി. ഫകുന്നാ ഇദാ ഖുഹ്തനാ വഖല്ല അലൈനൽ മതർ. ഞങ്ങൾക്ക് അവിടുന്ന് വറം പിടിക്കുകയോ മഴയില്ലാതെ വരികയോ ചെയ്താൽ
നഖൂലു ഞങ്ങൾ പറയും ഇബ്നുൽ ഹൈബാൻ, അല്ലയോ ഇബ്നുൽ ഹൈബാനെ വരൂ നമുക്കൊന്ന് ദുആ ചെയ്യാം. അങ്ങനെ അദ്ദേഹത്തെയും കൂട്ടി ദുആ ചെയ്യാൻ പോയാലോ അല്ലാഹു തആല ദുആ കഴിയുമ്പോഴേക്ക്, അവിടുന്ന് ദുആ ചെയ്ത് കഴിയുമ്പോഴേക്ക് മഴയിറങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പറയുകയാണ്, യാ മഅ്ശറ യഹൂദ്, ഓ ജൂതന്മാരെ, മാ തറൗനഹു അഖ്റജനി മിൻ അർദിൽ ഖംരി വൽ ഖമീർ ഇലാ അർദിൽ ബൂസി വൽ ജൂ. ഞാൻ വലിയ ആഡംബരമുള്ള നാട്ടിൽ നിന്ന്, സിറിയയിൽ നിന്ന്, ഒരുപാട് ഫലവർഗങ്ങളും പഴവർഗങ്ങളുമുള്ള നാട്ടിൽ നിന്ന് ഈ വിശപ്പുള്ള സ്ഥലത്ത്, വെള്ളമില്ലാത്ത സ്ഥലത്ത് ഞാൻ വന്ന് കിടക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയുമോ? അവര് പറയുന്നു, അൻതഅലമു, നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയില്ല. ഇന്നമാ അഖദമനി ഹാദിഹിൽ ബൽദ അതവഖഫു ഖുറൂജ നബിയ്യിൻ ഖദ് അവല്ല സമാനുഹു. അല്ലാഹുവിൽ നിന്ന് വെളിപാടോടുകൂടി വരേണ്ട പ്രവാചകൻ ഹിജ്റ ചെയ്തു വരേണ്ട നാടാണ്. ആ നബിയെ കാത്തിട്ടാണ് ഞാൻ പട്ടിണി സഹിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഞാൻ മറ്റൊന്നിനും വന്നതല്ല. ഖദ് അവല്ല സമാനുഹു, ആ നബി വരാനടുത്തിരിക്കുന്നു. ഹാദിഹിൽ ബിലാദു മുഹാജറുഹു, ഈ നാട് ആ നബി പലായനം ചെയ്തു വരുന്ന നാടാണ്. ഫാത്തിബിഉഹു, അവിടുന്ന് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ആ നബിയെ പിൻപറ്റിക്കോളൂ. ആ പ്രവാചകന്റെ പിന്നിൽ നിങ്ങൾ ഒരുമിച്ചു കൂടണം കേട്ടോ. അതുകൊണ്ട് വാഗ്ദത്ത പ്രവാചകന്റെ ഹിജ്റയുടെ നാടായതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് ചെല്ലുമ്പോ അദ്ദേഹം ചിലപ്പോൾ മഴയ്ക്ക് വേണ്ടി ദുആരക്കാൻ നേരം പറയും, ആ നബിയുടെ ഹക്കുകൊണ്ട് അൻസിൽ അലൈനാ മതറം മിനസ് സമാ, ആകാശത്തുനിന്ന് മഴ തരണേ അല്ലാ. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചുകൊണ്ട് മദീനയിൽ വന്ന് താമസിച്ചവർ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ വീട്ടിൽ ഒരു കത്തുണ്ടായിരുന്നു. അവിടേക്ക് എത്തേണ്ടത് ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ട്, 13 കൊല്ലം കഴിഞ്ഞിട്ടേ അവിടെ വരാൻ സമയമാകൂ. നമ്മുടെ പരമ്പര ഇന്നിവിടെ അവസാനിക്കുകയാണല്ലോ ഈ വർഷത്തത്. അല്ലാഹു മരണം വരെ തുടരാൻ തൗഫീഖ് തരട്ടെ, അത് ഹബീബിന്റെ പ്രണയത്തിലാക്കി തരട്ടെ. അപ്പോഴോ ഞാൻ അല്പമൊന്ന് മുന്നോട്ട് പോയി പറഞ്ഞേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോ, മദീനത്ത് ചെന്നപ്പോഴേ ആളുകൾ പറഞ്ഞല്ലോ, ഓ നബിയേ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ഖല്ലൂ സബീലഹാ ഫഇന്നഹാ മഅ്മൂറ, എന്റെ വാഹനത്തിനറിയാം ഞാൻ എവിടെയാണ് താമസിക്കേണ്ടതെന്ന്, നിങ്ങൾ തടസ്സം പറയണ്ട. അങ്ങനെ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിൽ നിന്നൊരു കത്തെടുത്തു കൊടുക്കുന്നു. അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ കത്തെടുത്തു കൊടുത്തിട്ട് പറയുന്നു, നബിയേ, ഇത് ഞങ്ങളുടെ വീടല്ല, ഇത് വാഗ്ദത്ത പ്രവാചകന് വേണ്ടി ഈസാ നബിയുടെ സ്വഹാബത്ത് പണിത് ക്ലിയർ ചെയ്തിട്ട് പോയ സ്ഥലമാണ്. തങ്ങൾക്കിതിന്റെ അധികാരമുണ്ടെന്നതിന്റെ പ്രമാണം പിടിച്ചോ നബിയേ. അങ്ങനെ കാത്തിരുന്ന് ഏറ്റുവാങ്ങിയ നമ്മുടെ ഓരോരുത്തരുടെയും കൽബിന്റെ കാതലാകേണ്ട മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയോടൊപ്പം 25 കൊല്ലത്തെ വൈവാഹിക ജീവിതം അവിടുന്ന് നടത്തുന്നു. 6 സന്താനങ്ങളുടെ പിതാവാകുന്നു.
ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഖാസിം, സൈനബ്, ഉമ്മു കുൽസൂം, റുഖിയ്യ, ഫാത്തിമ തുടങ്ങി 4 പെൺമക്കളുടെയും അബ്ദുല്ലാഹി ഖാസിം തുടങ്ങി 2 ആൺമക്കളുടെയും പിതാവായി ഖദീജത്തുൽ കുബ്രായുടെ ആദരണീയ ഭർത്താവായി മക്കയിൽ പ്രവാചകത്വത്തിന്റെ പ്രഖ്യാപനം നടത്തി ലോകത്തിന്റെ നേതാവ് ലോകത്തെ മുഴുവനും വിളിക്കുന്നു. മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, മിൻ ഇബാദത്തിൽ മഖ്ലൂഖ് ഇലാ ഇബാദത്തിൽ ഖാലിഖ്. ഉടമസ്ഥനായ അല്ലാഹുവിനെ ആരാധിക്കാൻ, അടിമകളെ ആരാധിക്കരുതെന്ന് പറയാൻ, രക്ഷിതാവിനെ ആരാധിക്കാൻ, അവിടുന്ന് അരക്ഷിതരായ ആളുകളെ ആരാധിക്കാതിരിക്കാൻ വേണ്ടി പ്രഖ്യാപനം നടത്തിയിട്ട് തല അൽ ഹുദാ ബദറുദ്ദുജാ കഹ്ഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നിബിതങ്ങൾ തൽക്കാലം അവിടുന്ന് ഹിറാ ഗുഹയുടെ ഉള്ളിൽ ആരാധനയിൽ ഇരിക്കുന്ന സമയം, ആ സമയം വരെ പറഞ്ഞു വെച്ച് തൽക്കാലം ഈ കൊല്ലത്തെ എന്റെ പരമ്പര ഇവിടെ ഈ അധ്യായത്തിന് പരിസമാപ്തി കുറിക്കുന്നു. മുഹമ്മദുൻ ഫീ ഫുആദിൽ ഗാരി യർതജിഫു ഫീ കഫിഹി ദഹ്ർ വൽ ആയാതു വസ്സുഹുഫു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ ഹിറാ ഗുഹയ്ക്കുള്ള പ്രത്യേകതയോ കഅബാലയത്തിന് ഡയറക്റ്റ് ദർശനമുള്ള സ്ഥലമാണ്. അമ്പിയാക്കന്മാരുടെ സാന്നിധ്യത്തിന് നിമിത്തമുള്ള സ്ഥലമാണ്. അബ്ദുൽ മുത്തലിബ് ആരാധന നടത്തിയ സ്ഥലമാണ്. അല്ലാഹുവിലേക്ക് ഹബീബിനെ ചേർത്ത പ്രകാശഗിരിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ജബലുന്നൂർ അലാ ജബലുന്നൂർ നൂറുൻ അലാ നൂർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത്, ഞാൻ എന്റെ ഈ ഉദയവും ഉയർച്ചയും എന്ന അധ്യായം തൽക്കാലം ഇവിടെ ഒരു സെമികോളൻ ഇടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ഒരുപാട് അറിഞ്ഞ്, ഒരുപാട് അടുത്ത്, ഒരുപാട് പ്രണയിച്ച് അവസാനം അവിടുത്തെ മുഖം കണ്ടു മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബുകളെ, നമുക്ക് സ്നേഹപ്രപഞ്ചത്തിലേക്ക് വരാം. നമ്മുടെ പരമ്പരയുടെ പേരതാണല്ലോ. നമ്മുടെ വിജയത്തിന്റെ കാരണം ഹബീബി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് പഠിപ്പിക്കുന്നു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാൻ. ഒരാളിൽ 3 ഗുണമുണ്ടായാൽ അവൻ ഈമാനിന്റെ മധുരമറിഞ്ഞവനാണ്. അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഹബീബിനോട് പ്രേമമുണ്ടാവുക, അല്ലാഹുവിനോട് പ്രിയം വെക്കുക. അല്ലാഹുവിലേക്കുള്ള പ്രിയത്തിന്റെ വസീലയാണ് ഹബീബിനോടുള്ള പ്രേമം. ഈ മജ്ലിസ് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് കൽബ് മദീനയിലേക്ക് തിരിക്കാം. കൈഫ മസ്തിയതാ മുജ്കോ കർ ദേ ഖുദാ മാംഗതാ ഏ ദുആ में मदीने चला मुस्कुराने लगी दिल की हर एक कुली जो मता
उठता मैं मदीने चला सबसे गुंबद का नूर जंग कर देगा दूर मेरा दिल तो जला मैं मदीने चला क्या करेगा इधर बांध रुखते सफर चल अभी दे रजा मैं मदीने चला എന്റെ അവലംബം അവിടെയാണ് യാത്രാ ക്ലിഷ്ടതകളോടെയും വിഷമത്തോടെയും എത്ര അധ്വാനിച്ചാലും എനിക്ക് എത്തിപ്പെടേണ്ട നാട് മദീനയാണ് അറിയുമോ സ്വഹാബത്താരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിച്ചു പോയി ആ പ്രേമം എവിടം വരെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്ൻ ഉബയ്യ് സലൂൽ എന്ന സ്വഹാബി വന്നിട്ട് നബിയോട് ചോദിക്കുന്നു നബിയേ എന്റെ വാപ്പയുടെ തല വേണോ നബിയേ എന്തിനാണ് അബ്ദുല്ലാ ചോദിക്കുന്നത് മുനാഫിഖുകളുടെ നേതാവാണ് അബ്ദുല്ലാഹിബ്ൻ ഉബയ്യ് സലൂൽ അയാളുടെ മകനാണ് അബ്ദുള്ള എന്ന സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു എന്റെ വാപ്പയുടെ തല വേണോ എന്തേ അബ്ദുള്ള വല്ല പരാതിയുമുണ്ടോ മറ്റൊന്നുമല്ല നബിയേ എന്റെ വാപ്പയുടെ തല വേണമെങ്കിൽ അത് മറ്റൊരാളോടും തങ്ങൾ പറയരുത് അതെന്നോട് തന്നെ പറയണം അടുത്ത സെക്കൻഡിൽ ഞാനങ്ങ് തരാം സഅദ് റളിയല്ലാഹു അൻഹു വരുന്നു നബിയേ എന്റെ ഉമ്മയോട് പിണക്കത്തിലാണ് ഉമ്മ തങ്ങളെ കുറ്റം പറഞ്ഞു എന്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടണം അല്ലെങ്കിൽ ഉമ്മയോട് എനിക്ക് രാജിയാകാൻ കഴിയില്ല ഉമ്മാനെ മാറ്റിവെക്കുന്നു നബിതങ്ങൾക്ക് വേണ്ടി വാപ്പാനെ മാറ്റിവെക്കുന്നു നബിതങ്ങൾക്ക് വേണ്ടി സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പടക്കളത്തിൽ നിൽക്കുമ്പോ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ തങ്ങൾ ചെന്നിട്ട് അഭയം തേടുന്നു വാപ്പാ എനിക്കെതിരെ വാളെടുക്കുമോ അന്ന് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ ശത്രുപാളയത്തിലാണ് അപ്പോഴാണ് പാവപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തീജ്വാല പോലെയുള്ള കണ്ണും കൊണ്ട് വാളുയർത്തിക്കൊണ്ട് അബ്ദുറഹ്മാനെ ഇവിടെ എന്റെ ഹബീബാണ് വലുത് കേട്ടോ എന്ന് പറഞ്ഞ് മകന് ദണ്ഡം കൊടുക്കുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് മകനും പ്രശ്നമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജയുടെ മകനായ ഹിന്ദെന്ന് പറയുന്നയാൾ ഹാലയെന്ന് പറയുന്നയാൾ ഇസ്ലാമിലേക്ക് വന്നു അയാളുടെ ഭാര്യയും ഇസ്ലാമിൽ വന്നു ആദ്യം എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി അവിടെ വെച്ച് ക്രിസ്ത്യാനിയായി പോയി ഹാല എന്ന് പറയുന്നയാൾ ഖദീജ ബീവിയുടെ രണ്ടാമത്തെ ഭർത്താവിലുള്ള മകൻ അവിടുന്ന് ക്രിസ്ത്യാനിയായി പോയി ഭാര്യ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങളുടെ ഭർതൃ പദവി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിൽ ഒഴിവാക്കുന്നു അതുപോലെ ഭാര്യമാരെ ഒഴിവാക്കുന്നു മക്കളെ ഒഴിവാക്കുന്നു സ്വന്തം നാട് ഒഴിവാക്കുന്നു സ്വഹാബത്ത് നബി തങ്ങൾക്ക് വേണ്ടി ചെയ്യാത്തതൊന്നുമില്ല ത്യജിക്കാത്തതൊന്നുമില്ല അവസാനം അംറു ബിനുൽ ജമൂഹ് തങ്ങളും
തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങളും സുബൈർ ബിനുൽ അവ്വാം തങ്ങളും സഅദ് ബിൻ നവർ തങ്ങളും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് തങ്ങളും ഹുബൈബ് ബിൻ അദീ തങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ ദസന്ന തങ്ങളും അബ്ദുല്ലാഹി ബിൻ റവാഹ തങ്ങളും സയ്യിദ് ബിൻ ഹാരിസ തങ്ങളും ഇവരെല്ലാം റസൂലുള്ളാഹി തങ്ങളെ പ്രേമിച്ചിട്ട് അവിടുത്തെയുടെ പൊരുത്തത്തിന് പടക്കളത്തിൽ തെറിച്ചു വീണവരാണ്. അറിയുമോ, അബ്ദുല്ലാഹി ബിൻ റവാഹ യുദ്ധത്തിന് പോകുമ്പോ വാഹനത്തിന്റെ പുറത്ത് തിരിഞ്ഞിരുന്നിട്ട് കാണാമറയത്തെത്തും വരെ നബിതങ്ങളുടെ മുഖം നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞല്ലോ. ആ യാത്രയിൽ നിന്ന് ഷഹാദത്ത് വാങ്ങിയല്ലോ. അവിടുന്ന് ബഹുമാനപ്പെട്ട ഹംളത്തുൽ വസീൽ നബിതങ്ങൾക്ക് സലാം പറഞ്ഞല്ലോ. സയ്യിദ് ബിൻ ദസന്ന കഴുകുമരത്തിലേക്ക് കഴുത്ത് കാട്ടിക്കൊടുത്തല്ലോ. ബിലാൽ ബിൻ റബാഹ് തങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അവിടുന്ന് പറയുന്നു, വദന്നൽ ഖല്ലഹിബ മുഹമ്മദം വസഹബാ, എനിക്ക് നബിതങ്ങളില്ലാത്ത മദീനയിൽ നിൽക്കാൻ വയ്യ. നാളെ എനിക്ക് നബിയെ കാണാം, ഞാൻ മരിച്ചാൽ എന്റെ സന്തോഷമാണ് എന്ന് പറഞ്ഞ ബിലാൽ തങ്ങളില്ലേ, മരുഭൂമി താണ്ടിയിട്ട് റബ്ദയുടെ മരുഭൂമിയിൽ വഴിവക്കത്ത് ജനാസ കിടക്കുന്നു. ആരുടേതാണ്? അബൂദർറുൽ ഗിഫാരി തങ്ങളുടേതാണ്. തംസി വഹദക് വതമൂതു വഹദക് വതുബഅസു വഹദക് ഇൻഷാ അല്ലാഹ്. എന്റെ നേതാവായ നബി തങ്ങൾ പറഞ്ഞതാണ്, മോളെ കരയണ്ട, ഈ മരുഭൂമിയിൽ ജനാസ എടുക്കാൻ ആരുമില്ലല്ലോ എന്ന നിലക്ക് കരയണ്ട, എന്റെ ജനാസ എടുക്കാൻ ഇവിടെ യാത്രാ സംഘമെത്തുമെന്ന് എന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ ജനാസ വഴിവക്കിലേക്ക് വെച്ചോ. അങ്ങനെ പോയ അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ ആഗമനം കാത്തിരുന്ന തമീമുദ്ദാരി അങ്ങനെ പാശ്ചാത്യ പൗരസ്ത്യ രാജ്യത്ത് വ്യാപിച്ചു കിടക്കുന്നത് മക്കയിലും മദീനയിലും ചിതറിക്കിടക്കുന്ന നമ്മുടെ മുൻഗാമികളെ അറിഞ്ഞോ? ഹബീബായ നബിയോട് പ്രണയം വെച്ച് പ്രേമം കൊടുത്ത് കൽബുകൊണ്ടുരുമ്മി അവസാനം മുദ്ദാഹി ത്വഹ ലഹിഖാ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ അന്ത മഅമൻ അഹ്ബബ്ത എന്ന നിലക്ക് സ്വർഗത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോ ജീവൻ കൊടുത്ത ഹംസത്തുൽ കറാർ തങ്ങളുടെ പിന്നിൽ, കഴുത്ത് കഴുകുമരത്തിൽ വെച്ച സയ്യിദ് ബിൻ ദസന്ന തങ്ങളുടെ പിന്നിൽ ഭാര്യയോടൊപ്പം സന്തോഷിച്ചു കിടന്നപ്പോ പടക്കളത്തിലേക്ക് പോയി ജീവൻ ത്യജിച്ച ഹംളത്ത് ബിൻ റബീഅ തങ്ങളുടെ പിന്നിൽ 63 പരിക്കേറ്റ് കിടന്ന സഅദ് ബിൻ റബീഅ തങ്ങളുടെ പിന്നിൽ ഒരു ഫുട്ബോൾ പോലെ തെറിച്ചു വീണ ജഅഫർ തയ്യാർ തങ്ങളുടെ പിന്നിൽ നബിതങ്ങളെ അംഗീകരിച്ചിട്ട് തീജ്വാലയിലേക്ക് ചാടിയ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളുടെ പിന്നിൽ നമുക്കുമൊന്ന് സ്വർഗത്തിലെത്തണ്ടയോ? അല്ലാഹു ഈ മജ്ലിസ് അതിന് കാരണമാക്കട്ടെ. നബിതങ്ങളുടെ മദ്ഹ് ചൊല്ലിയ
സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പിന്നിൽ അവിടുത്തെയുടെ മാല ചൊല്ലിയ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളുടെ പിന്നിൽ അവിടുത്തെയുടെ മദ്ഹ് ചൊല്ലിയ ഇമാം ബൂസീരി തങ്ങളുടെ പിന്നിൽ അവിടുത്തെയുടെ മദ്ഹ് ചൊല്ലിയ കഅബ് ഇബ്നു സുഹൈർ തങ്ങളുടെ പിന്നിൽ അവിടുത്തെയുടെ മദ്ഹ് ചൊല്ലിയ കോടാനകോടി ഇമാമിങ്ങളുടെ പിന്നിൽ അബൂബക്കറുൽ ബഗ്ദാദി തങ്ങളുടെ പിന്നിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പിന്നിൽ ഇമാം അഹ്മദ് റിളാ ഖാൻ ബറേൽവി തങ്ങളുടെ പിന്നിൽ ഉമറുൽ ഖാദി തങ്ങളുടെ പിന്നിൽ നമുക്കുമൊന്നെത്തണ്ടയോ? നബിതങ്ങളുടെ മുടിയെടുത്ത് ചുംബനം കൊടുത്ത മുആവിയ തങ്ങളുടെ പിന്നിൽ നബിതങ്ങളുടെ കൈതട്ടിയ ആപ്പിള് വാങ്ങി ആ സ്വഹാബിയുടെ കൈക്ക് ചുംബനം കൊടുത്തിട്ട് തുഫാഹത്തുൻ മസ്സത്ത് ബിയദിൻ മസ്സത്ത് ബിഹി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈതട്ടിയ കൈ മാറി മാറി ചുംബിച്ച് ഇന്നുവരെ ചുംബിച്ചു വരുന്നവരുടെ പിന്നിൽ നബിതങ്ങളുടെ കാൽപാദത്തിന്റെ മോഡലെടുത്തിട്ട് ചുംബനം കൊടുക്കുന്ന ആസാറുകൾ എടുക്കുന്ന ആസാരി എന്ന പേരിൽ തന്നെ ഒരു ഇമാമുണ്ട്. അതുപോലെയുള്ള മഹാന്മാരുടെ പിന്നിൽ നമുക്കൊന്ന് സ്വർഗത്തിലെത്തണ്ടയോ? അതുകൊണ്ടൊരു വസിയ്യത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഖൽബിൽ റസൂലുള്ളാഹി തങ്ങളെ പ്രേമിക്കണം. അതിനപ്പുറം ഒരാളും നമുക്കില്ല പ്രേമിക്കാൻ. അല്ലാഹു ജല്ല ജലാലുഹു അവൻ അധികാരിയാണ്. നമുക്ക് വിതരണം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങളെ പ്രേമിച്ചോ? ആ റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് കാണണ്ടയോ? ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ 7 ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ ബാല്യകാലവും യൗവനകാലവും കൗമാരകാലവും ഒക്കെ പറഞ്ഞിട്ട് വസിയ്യത്ത് എന്റെ നഫ്സിനോട് സാധുക്കളായ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ആ നബിതങ്ങൾക്ക് വെറുപ്പുള്ളതൊന്നും ചെയ്യരുത്. കള്ളുകുടിയിലേക്ക് പോകരുത്. അന്യ പെണ്ണിനോട് നേരം പോക്കിന് പോകരുത്. അവൾക്ക് വേണ്ടി നിന്റെ കൽബ് കളയരുത്. അവളുമായി ഇടപെടാൻ പോകരുത്. അന്യ പുരുഷന്മാരോട് ഉമ്മമാരെ പെങ്ങന്മാരെ ഇടകലരരുത്. വൃത്തികെട്ട സിനിമകൾക്ക് മുമ്പിൽ ഇരിക്കരുത്. നിവാസങ്ങളിലേക്ക് ചിന്തിക്കരുത്. പലിശയിലേക്ക് പോകരുത്. അന്യന്റെ സ്വത്ത് തിന്നരുത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന് മഹബ്ബത്തില്ലാത്ത ഒരു പ്രവൃത്തിയിലും ചാടരുത്. എന്താണ്? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. പ്രേമിക്കുന്നവൻ കാമുകന്റെ അടിമയാണ്. അതുകൊണ്ട് കണ്ണു കേടുവരുത്തണ്ട. ഈ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ ഒന്ന് കാണണ്ടയോ? സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ സിൽവത കബിരി യാ ഹബീബല്ലാഹ്. അറിയുമോ മുഅ്മിനീങ്ങളെ, കുട്ടികൾ ഒരുപാട് റസൂലുള്ളാഹിനെ പ്രേമിച്ചു. ഉമ്മമാരൊരുപാട് റസൂലുള്ളാഹിനെ പ്രേമിച്ചു. അതിൽ ആവർത്തിച്ചാവർത്തിച്ച് ഖൽബിൽ വരുന്ന ഒരു മഹദിയാണ് ഉമ്മു അമ്മാറ. അറിയാത്തവരിതിലുണ്ടോ? ഇല്ലല്ലോ. ഉഹദ് യുദ്ധത്തിലേക്ക് മുറിവേറ്റവർക്ക് മരുന്ന് കൊടുക്കാനും പരിക്കേറ്റവർക്ക് പരിരക്ഷണം നൽകാനും അപകടം പറ്റിയവർക്ക് വെള്ളം കൊടുക്കാനും പോയ മഹദിയാണ്. യുദ്ധത്തിന് പോയതല്ല. പടക്കളത്തിന്റെ ചാരത്ത് പോയി പരിക്കു പറ്റിയവരെ പരിരക്ഷിക്കാൻ പാർത്തിരിക്കുന്ന പ്രിയപ്പെട്ട സയ്യിദത്തുനാ ഉമ്മു അമ്മാറ.
റളിയല്ലാഹു അൻഹാ. മുഅ്മിനീങ്ങളെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് പറയാമല്ലോ, അവിടുത്തെയുടെ മഹബ്ബത്തൊന്ന് തേടാമല്ലോ. ഈ രാത്രിയിൽ ഇവിടെ ഹബീബിന്റെ പ്രേമം പറഞ്ഞ് റസൂലുള്ളാഹിനോട് ഹുബ്ബ് പറഞ്ഞ് അവസാനം നാളെ റസൂലുള്ളാഹി തങ്ങളുടെ ഹൗദുൽ കൗസർ വാങ്ങാൻ ഈ മജ്ലിസ് അല്ലാഹ് കാരണമാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്നെ കാണാനല്ല, എന്റെ പ്രസംഗം കേൾക്കാനല്ല. എന്റെ ഹബീബ്, നിങ്ങളുടെയും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരണീയമായ പൂമുഖം ദുനിയാവിൽ വെച്ച് സ്വപ്നത്തിലൊന്ന് കാണണം. അല്ലാഹു ഈ മജ്ലിസ് അതിനെ കാരണമാക്കി തരട്ടെ. ഇഖ്ലാസോടെ നിന്ന് ഹബീബിനെ ഖൽബിൽ ധ്യാനിച്ച് റസൂലുള്ളാഹിനോട് പ്രേമം പറഞ്ഞ് ഈ മജ്ലിസിൽ നിന്നുകൊണ്ട് നമുക്ക് വസീലയായി ഒന്ന് ചോദിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ പടക്കളത്തിന്റെ ചാരയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടക്കളത്തിൽ പരിക്കേറ്റ് വഫാത്തായി പോയി എന്ന വാർത്ത കേട്ടപ്പോഴേക്ക് ബഹുമാനപ്പെട്ട മഹദി ഇറങ്ങി നോക്കുമ്പോ നബി തങ്ങൾ സ്വന്തം നിന്ന് യുദ്ധം ചെയ്യുകയാണ്. അടുത്ത ആളുകളില്ല. സ്വഹാബത്ത് ചിതറിപ്പോയതാണ്. ആരും ഹബീബിന്റെ അടുത്തില്ല. ഇനി ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കുകയല്ലാതെ പരിഹാരമില്ല. ഉമ്മു അമ്മാറ ഒരൊറ്റ ഇറക്കമാണ്. അന്ന് വരെ യുദ്ധം ചെയ്തിട്ടില്ല, പടക്കളത്തിലിറങ്ങിയിട്ടില്ല, പടവാള് പിടിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾക്ക് പരിക്കേൽക്കുമ്പോ ഞാനെങ്ങനെ സഹിക്കാനാണ്? ഇറങ്ങിയിട്ട് ഉമ്മു അമ്മാറ നബി തങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ ആക്രമണങ്ങളും സ്വന്തം ശരീരത്തെ ഏറ്റുവാങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 70 പുരുഷന്മാരെക്കാളും വലിയ യുദ്ധം ഞാൻ മൽതവത്തു യമീനൻ വലാ ശിമാലാ, വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും ഉമ്മു അമ്മാറയുണ്ട്. ഇബ്നു ഖുംആ എന്ന് പറയുന്ന ഒരാള് ബഹുമാനപ്പെട്ട ഉമ്മു അമ്മാറ എന്നവരെ കുന്തം കൊണ്ട് തോളത്ത് മാരകമായി മുറിവേൽപ്പിച്ചപ്പോ ഉമ്മു അമ്മാറയുടെ മകൻ അടുത്തു നിന്ന് നബിതങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു, മോനെ, മോന്റെ ഉമ്മാക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് മോനെ, ഒന്ന് പരിചരിക്കുമോനെ. അങ്ങനെ ഉമ്മു അമ്മാറയുടെ അടുക്കലേക്ക് വരുമ്പോ ഉമ്മ പറയുന്നു, മോനെ, അലൈക ബിഹിമായത്തിർ റസൂൽ, എന്നെ നോക്കണ്ട, നീ ഹബീബായ നബിയെ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് സംരക്ഷണം നിന്ന ഉമ്മു അമ്മാറ നൂറുകണക്കിന് പരിക്കു പറ്റിയിട്ട് നാളെ ഉഹദിന്റെ രണാങ്കണം സാക്ഷി നിൽക്കേ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ എന്റെയും നിങ്ങളുടെയും കയ്യിൽ വല്ലതുമുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്തുള്ളവരായി ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. അഹ്ലുബൈത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ ഞങ്ങളുടെ ഈ മജ്ലിസ് കബൂലാക്കണം അല്ലാഹ്.
കബൂലാക്കണമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിച്ചുകൊണ്ടാണ് ഇവിടെ ഈ 7 രാത്രിയിലും മുഅ്മിനീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഞങ്ങളൊക്കെ ഒരുപാട് പാപങ്ങൾ പേറിയവരാണെങ്കിലും നീ ഔദാര്യം കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ വസീലയാക്കി ചോദിക്കുന്നത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ തട്ടല്ലേ അല്ലാഹ്, തട്ടല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നന്നാക്കണം അല്ലാഹ്. നമ്മുടെ മുൻഗാമികളെ പുറത്തു കൊടുക്കണം അല്ലാഹ്. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. കൂട്ടുകുടുംബങ്ങൾ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളെല്ലാവരും ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണം അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ഈ മജ്‌ലിസിന് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, സഹകരിച്ചവരുണ്ട്. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണം അല്ലാഹ്. വിഷമങ്ങൾ ദൂരീകരിക്കണം അല്ലാഹ്. അർഹമുർറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളാക്കിയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിൽ കയറി ദുആ ചെയ്യുന്നത് അല്ലെങ്കിൽ വഅദ് പറയുന്നത് ഞങ്ങളുടെ ഇൽമു കൊണ്ടല്ല, ഞങ്ങളുടെ തഖ്വ കൊണ്ടല്ല, ഞങ്ങളുടെ മഹബ്ബത്ത് കൊണ്ടല്ല, ഞങ്ങളുടെ മുൻഗാമികളുടെ ദുആ കൊണ്ടാണ്. അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ സ്വർഗമാക്കണം അല്ലാഹ്, സ്വർഗമാക്കണം അല്ലാഹ്. ഈ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകളുടെ പിതാക്കന്മാര് മരണപ്പെട്ടവരുണ്ട്, അവരുടെ ഒക്കെ ഖബർ സ്വർഗമാക്കണം റഹ്മാനേ. മാതാക്കൾ മരണപ്പെട്ടവരുണ്ട്, ഖബർ സ്വർഗമാക്കണം റഹ്മാനേ. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഉമ്മ മരണപ്പെട്ടു പോയതാണ്. അല്ലാഹുവേ, അവിടുത്തെ ഖബറിൽ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനേ. ഞങ്ങളുടെ വാപ്പയ്ക്ക് തുല്യം ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങളെ സഹായിച്ച്, ഞങ്ങളെ കൊണ്ടു നടന്ന ജമലുല്ലൈലി തങ്ങൾ, അവിടെ ഞങ്ങളുടെ മജ്‌ലിസ് കേൾക്കുമ്പോ സന്തോഷിച്ചവരാണ്. ഇന്നലെ ഒരു ഉമ്മ പ്രത്യേകം ജമലുല്ലൈലി തങ്ങൾക്ക് വേണ്ടി ദുആരക്കാൻ ഇവിടെ ആഭരണം കൊടുത്തു വിട്ടിരുന്നു. അല്ലാഹുവേ, തങ്ങളുടെ ഖബറിൽ ദറജ ഉയർത്തണം അല്ലാഹ്, ദറജ ഉയർത്തണം അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ സാദാതീങ്ങളുടെ അലിമീങ്ങളുടെ പ്രകാശം വർദ്ധിപ്പിക്കണം അല്ലാഹ്. അർഹമുർറാഹിമേ, സാധുവായ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, ബഹുമാനപ്പെട്ട ഇക്കാക്കയാണല്ലോ വേദിയിലുള്ളത്. ഞങ്ങളെ സഹോദരങ്ങളെ മുഴുവനും ഈ സുന്നത്ത് ജമാഅത്ത് പഠിക്കാൻ പറഞ്ഞ് പ്രിയപ്പെട്ട ഉപ്പ ഖബറിലാണ്. അല്ലാഹുവേ, അവിടുത്തെ ഖബറിലേക്ക് നേരം പോക്കിനി മജ്‌ലിസ് കാണിച്ചു കൊടുക്കണം റഹ്മാനേ. അവിടുത്തെ പരലോകം സന്തോഷത്തിലാക്കണം റഹ്മാനേ. അവിടുത്തെ ജ്യേഷ്ഠനും ഞങ്ങളുടെ മൂത്താപ്പയും വലിയ പണ്ഡിതനും കൊച്ചുതങ്ങളുപ്പാപ്പയുടെ മൗലിദ് രചിച്ചതുമായ ബഹുമാനപ്പെട്ട ജൗഹരി ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമേനല്ലൂർ പാപ്പ അടക്കമുള്ള വലിയ ആലിമീങ്ങൾ അവരുടെ പരലോകത്ത് ദറജ ഉയർത്തി കൊടുക്കണം അല്ലാഹ്. അർഹമുർറാഹിമേ, അതുപോലെ ഇത് പറയുന്ന സമയത്ത് സ്വന്തം വാപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ മനസ്സിൽ കാണുന്നവരുണ്ട്. അല്ലാഹ് അവരുടെയും പരലോകം സന്തോഷത്തിലാക്കണം അല്ലാഹ്, സന്തോഷത്തിലാക്കണം അല്ലാഹ്. അതുപോലെ സിഎസിന്റെയും എസ്എസ്എഫിന്റെയും പ്രവർത്തകർ മജ്‌ലിസിൽ നിന്നിങ്ങനെ നോക്കുമ്പോ അവിടെ മരണപ്പെട്ടു പോയ ഉപ്പമാര്, ഉമ്മമാര്, അവർക്ക് ദ്വാരക്കാൻ കൊതിച്ചുകൊണ്ടാകാം മൊയ്നിക്കെ പോലെയുള്ളവരിങ്ങനെ നോക്കുമ്പോ മനസ്സിലുള്ളത് അല്ലാഹുവേ, എല്ലാവരുടെയും ഖബർ സ്വർഗമാക്കണം റഹ്മാനേ, സ്വർഗമാക്കണം റഹ്മാനേ. ദറജ ഉയർത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും മുത്തഖീങ്ങളാക്കണം റഹ്മാനേ. നബിതങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞതിൽ വല്ല അപാകതയും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ പുറത്തു തരണം റഹ്മാനേ.
ഞങ്ങൾ വിരോധിച്ചിട്ട് പറഞ്ഞതല്ല, വിവരക്കേട് കൊണ്ട് വന്നു പോയതാണ്. പുറത്തു തരണം അല്ലാ. ലോകം മുഴുവനായാലും നബിതങ്ങളെതിരാകുന്ന അവസ്ഥ വെക്കല്ലേ അല്ലാ. അവിടുത്തെ കാല് ഞങ്ങൾക്കൊന്ന് ചുംബിക്കണം അല്ലാ. കൊതിയുണ്ട് റബ്ബേ, സ്വപ്നത്തിലൊന്ന് വഴികൂട്ടണം അല്ലാ. ഹബീബിന്റെ കാൽപാദമൊന്ന് മുത്തിയിട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തണം അല്ലാ. നാളെ ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഇമാമീങ്ങളും സ്വഹാബാക്കൾക്കും നേതൃത്വം കൊടുത്ത് നബിയങ്ങൾ കടന്നു പോകുമ്പോ ഞങ്ങളെ വഴിയിൽ കിടത്തണം അല്ലാ. അവരുടെ കാലുകൊണ്ട് തട്ടി അവസാനത്തെ നേതാവെങ്കിലും സ്വർഗത്തിൽ കടക്കുമ്പോ ഞങ്ങളങ്ങ് സ്വർഗത്തിൽ കന്നുപോകുമല്ലോ. അവർക്ക് മുറാഫക്കത്ത് ചോദിക്കാൻ അവകാശമില്ല. നബിതങ്ങളുടെ ദർജയുടെ അടുത്ത് ചോദിക്കാൻ അർഹതയില്ല. തങ്ങൾക്ക് കാല് ചവിട്ടാൽ അവിടുത്തെ കാലിയറി വെക്കാനുള്ള ചവിട്ടുന്ന പായുടെ സ്ഥാനമെങ്കിൽ ഞങ്ങൾക്ക് നൽകണം അല്ലാ. ഞങ്ങൾ അതിന് യോഗ്യരല്ലെന്നറിയാം. ഔദാര്യം ചെയ്യണം അല്ലാ, ഔദാര്യം ചെയ്യണം അല്ലാ. ഞങ്ങളുടെ മക്കളെ അലിമീങ്ങളാക്കണേ അല്ലാ, സാലിഹീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ, മുഹിബ്ബീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ നടത്തുന്നങ്ങൾ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ഖിയാമം വരെ നിലനിർത്തണേ അല്ലാ. ഖാദിസിയ ഇസ്ലാമിക് കോളേജും അന്റീരിൽ ഒരുപാട് സ്ഥലത്ത് സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് മഖ്ദൂമിയ ദവാ കോളേജും എല്ലാം നിന്റെ പൊരുത്തത്തിലായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിന് ഉപകാരപ്പെടുമെന്ന നിലക്ക് ഞങ്ങൾ തുടങ്ങിയതാണ്. ഞങ്ങളുടെ ചിന്തക്കുറവ് കൊണ്ടോ തുടകുറവ് കൊണ്ടോ അത്തരം സംരംഭങ്ങൾ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ, പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഇന്നീ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഉമ്മ വിളിച്ചിരുന്നു. കോളേജിനൊരു ആഭരണം തന്നിട്ടാണ് വിളിച്ചത്. പ്രത്യേകം മക്കൾ സ്വാലിഹീങ്ങളാകാനാണ്. അല്ലാഹുവേ, നീ മക്കളെ സ്വാലിഹീങ്ങളായി സന്തോഷം കൊള്ളാ. ഞങ്ങളുടെ ദഅ്വാ കോളേജിന് വേണ്ടി, ശരീഅത്തിന് കോളേജിന് വേണ്ടിയും ഹിഫ്ളിന് വേണ്ടിയും ഒക്കെ ചോദിക്കുമ്പോ സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കയ്യിൽ സംഖ്യകൾ ഏൽപ്പിക്കാറുണ്ട്. എല്ലാ